നമസ്കാരം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ നടത്തിയ തീവ്രവാദി ആക്രമണത്തിൻ്റെ പിന്നാലെ അമേരിക്ക ഇന്നേ വരെ തങ്ങൾക്ക് നൽകിയ പ്രതിരോധ സഹായത്തിൻ്റെ കൂറ്റൻ കണക്കുകൾ പുറത്തുവിട്ട് ഇസ്രായേൽ. ഇതേവരെ 50,000 ടണ്ണോളം വരുന്ന ആയുധങ്ങളും മറ്റ് മെഡിക്കൽ സംവിധാനങ്ങളുമാണ് അമേരിക്ക തങ്ങൾക്ക് നൽകിയത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സർക്കാർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ കണക്കുകൾ ഏതാണ്ട് ഇങ്ങനെയാണ്. അമേരിക്കൻ എയർഫോഴ്സിൻ്റെ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ 500 തവണയാണ് സാധനങ്ങളുമായി ഇസ്രായേലിലേക്ക് പറന്നത്. ഏതാണ്ട് 107 തവണ കപ്പലുകളിൽ ഇസ്രായേലിലേക്ക് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളുമെല്ലാം എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 50,000 ടണ്ണോളം വരുന്ന ആയുധങ്ങളും മറ്റ് സൗകര്യങ്ങളുമൊക്കെയാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കവചിത വാഹനങ്ങൾ, മറ്റ് പടക്കോപ്പുകൾ, അതുപോലെ മെഡിക്കൽ സംവിധാനങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടുന്നുണ്ട്. ധാരാളം വാഹനങ്ങളും ഇസ്രായേലിന് അമേരിക്ക നൽകിയിരുന്നു. യുദ്ധത്തെ ശക്തമായി നേരിടുന്നതിന് അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഈ സഹായം തങ്ങളെ ഏറെ സഹായിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, യാഹ്യ സിൻവറെ കണ്ടുപിടിക്കുന്നതിനായി ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് യോജിച്ചുള്ള ഒരു സംയുക്ത പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾ ഗാസയിലോ ഖാൻ യൂനിസിലോ ഉള്ള ഏതോ തുരങ്കത്തിൽ തന്നെ ഉണ്ട് എന്ന് രണ്ട് രാജ്യങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ തുരങ്കങ്ങൾക്കുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി അമേരിക്ക വികസിപ്പിച്ചെടുത്ത ഏറ്റവും അത്യന്താധുനിക സംവിധാനങ്ങളോടുകൂടിയ റഡാർ ഇസ്രായേലിന് അമേരിക്ക കൈമാറി കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപയോഗിച്ചുകൊണ്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ യാഹ്യ സിൻവറിന് വേണ്ടി തിരച്ചിൽ നടത്തുക. ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ എന്നാണ് ഈ സംവിധാനം അറിയപ്പെടുന്നത്. ഇതുപയോഗിച്ച് ഇയാൾ എവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് അമേരിക്കയും ഇപ്പോൾ വിശ്വസിക്കുന്നത്. യാഹ്യ സിൻവറിനെ പിടികൂടുക എന്നുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ തന്നെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ വധിച്ചതിന് ശേഷം തങ്ങളോട് പ്രതികാരം വീട്ടാൻ ഹമാസും ഹിസ്ബുള്ളയും എല്ലാം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണെന്ന് രണ്ട് രാജ്യങ്ങൾക്കും അറിയാം. പക്ഷേ യാഹ്യ സിൻവർ എന്ന അവരുടെ പുതിയ തലവൻ അയാൾക്ക് പുറത്തിറങ്ങാനോ അതല്ലെങ്കിൽ തൻ്റെ അനുയായികളെ ബന്ധപ്പെടാനോ ഉള്ള യാതൊരു മാർഗങ്ങളും ഇപ്പോൾ ഇല്ല എന്നുള്ളത് ഇരു രാജ്യങ്ങൾക്കും വ്യക്തമായി തെളിവ് ലഭിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇനി ഇയാളെ പിടികൂടുക എന്നുള്ളത് ആ ഒരു ദൗത്യം തന്നെ ഏറ്റെടുത്തിരിക്കുന്നത്. യാഹ്യ സിൻവർ യാതൊരു തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചും തൻ്റെ അനുയായികളോടോ മറ്റും സംസാരിക്കാറില്ല എന്നവർക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ അത് ഇസ്രായേൽ പിടിച്ചെടുക്കും എന്ന് ഹമാസിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇയാൾ പലപ്പോഴും കടലാസിൽ എഴുതിയ സന്ദേശങ്ങളാണ് ഒളിസ്ഥലത്ത് നിന്ന് പലപ്പോഴും തൻ്റെ വിശ്വസ്തരായ അനുയായികൾ വഴി പലർക്കും എത്തിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഈ അയക്കുന്ന സന്ദേശങ്ങളൊക്കെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടോ എന്നറിയാനും യാഹ്യ സിൻവറിന് തൽക്കാലം യാതൊരു മാർഗ്ഗങ്ങളുമില്ല. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇയാളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും അവരുടെ സൈന്യത്തിന് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. എന്ത് വില കൊടുത്തും യാഹ്യ സിൻവറിനെ പിടിക്കുക. യാഹ്യ സിൻവർ കൂടി പിടിയിലാവുന്നതോടുകൂടി ഹമാസ് എന്ന ഭീകര സംഘടന പൂർണ്ണമായും ഇല്ലാതാകും എന്ന് തന്നെയാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്.